12ാം ക്ലാസ് ഫിസിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഭാഗം 4. ഫിസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിനു മുൻപ് 3 ക്ലാസ്സുകളിലായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പ്രധാനമായിട്ടും എന്താണ് ചാർജ്, എന്താണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുകയുണ്ടായി. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൂളംസ് ലോ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ ആപ്ലിക്കേഷൻസും ഇലക്ട്രിക് ഡൈപോള്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചു നിർത്തിയത് ഗോസസ് തിയറം വരെയായിരുന്നു. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ 4ാമത്തെ വീഡിയോ നിങ്ങൾ കാണാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് ഏറ്റവും അവസാനമായിട്ട് പഠിച്ചു നിർത്തിയത്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന്, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇപ്രകാരമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ ഡി എസ് കോസ് തീറ്റ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഗോസസ് തിയറം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു, ഗോസസ് തിയറം ഉപയോഗിച്ച് ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസിലുള്ള ചാർജസ് എത്രയുണ്ടോ അതിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 ടൈംസ് ആയിരിക്കും എന്ന് പഠിച്ചു. പിന്നെ ഗോസസ് തിയറം ഉപയോഗിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണമെന്ന് പഠിച്ചു. വാട്ട് ഈസ് ഗോസിയൻ സർഫസ്? ഇറ്റ്സ് എൻ ഇമാജിനറി സർഫസ് എൻക്ലോസിങ് എ ചാർജ്. ചാർജ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള സർഫസ് പ്രതലത്തിന് വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ഷേപ്പ്, അത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫാണ്. അതായത് നമ്മൾ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ വാല്യൂ ഓഫ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഫിഗറിലോട്ട് വരികയാണ്. സോ കൺസിഡർ എ പോയിന്റ് ചാർജ് Q പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. ഹിയർ ദിസ് ഈസ് ദ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് Q ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ഇമാജിൻ എ സ്ഫിയർ ഓഫ് റേഡിയസ് R വിത്ത് Q as the സെൻറ്റർ. കണ്ടോ, R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഞാൻ കൺസിഡർ ചെയ്തു. ഗോസിയൻ സ്ഫിയർ തന്നെയാണ്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സ്ഫിയർ. ഈ സ്ഫിയറിൽ കൂടിയുള്ള മൊത്തത്തിൽ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഈ സ്ഫിയറിൽ കൂടി പോകുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല ഞാൻ ആദ്യം പ്രയോഗിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന ഫോർമുലയാണ്, ഫ്ലക്സിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫൈ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലേ? അതല്ല എങ്കിൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നമുക്ക് എന്ത് വിളിക്കാം? ഇ ഡി എസ് കോസ് തീറ്റ ആണല്ലോ. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയുക. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെയാണ് പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. ഈ ചാർജിൽ നിന്ന് പുറത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. ചാർജ് എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? പുറത്തോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് വന്നാൽ മാത്രമേ ഈ ക്ലാസ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ ഒരു പി എന്ന പോയിന്റിലാണ് നമ്മൾ സർഫസ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സർഫസ് ഏരിയ ഞാൻ പറഞ്ഞു, സർഫസ് ഏരിയ എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എവിടെയാണോ സർഫസ് ആ സർഫസ് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ സർഫസ് കൺസിഡർ. ഇവിടെയാണ് സർഫസ് എങ്കിൽ അവിടെ നിന്ന് പുറത്തോട്ട്, ഇനി മുകളിലോട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെയാണെങ്കിൽ അവിടെ നിന്ന് മുകളിലോട്ട്, എവിടെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ നിന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ സർഫസ് ഏരിയ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഒരിക്കലും നോക്കുക. കണ്ടോ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ടാണ്, സർഫസ് ഏരിയ വലത്തോട്ടാണ്. അതായത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0. ഹിയർ ഈസ് പാരലൽ ടു ദ സർഫസ് ഡി എസ്. സോ വാട്ട്സ് ദ വാല്യൂ? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡി എസ് കോസ് 0. കോസ് 0യുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ് കോസ് 0യുടെ വാല്യൂ? 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുകയാണ്, ഈ ഞാൻ പുറത്തെടുത്തു, ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എസ്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ മീൻസ് ഈ മുഴുവൻ സർഫസ് ഞാൻ എടുക്കുകയാണ്. അവിടുത്തെ സർഫസ് ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അവിടെ ഞാൻ നിൽക്കട്ടെ. ഈ ഫൈയുടെ വാല്യൂ ഇത്രയും നിൽക്കട്ടെ. ഞാനിനി 2 കാര്യങ്ങൾ നിന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒന്ന് ഇയുടെ വാല്യൂ, 2 ഡി എസ് എത്രയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓടി സി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമുല നമ്മൾ പഠിച്ചു, 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r ആണ്. സോ Q/r സ്ക്വയർ, റൈറ്റ്? സോ നെക്സ്റ്റ് ഓഫ് വാട്ട് ഈസ് ഡി എസ്? സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? പഠിച്ചിട്ടുണ്ട്,
4πr² ആണ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമോ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഫൈ ഈസ് ഈക്വൽ ടു ഇയുടെ സ്ഥാനത്ത് ഇവിടെ എഴുതിയ വാല്യൂ എത്രയാണ്? 1/4πε0 Q/r² ഇൻറ്റു ഡി എസ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് തന്നെയാണത്, ഇൻറ്റു എത്രയാണ്? 4πr². എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 4π ക്യാൻസൽ, r² is cancelled. So phi is equal to Q/ε0. ഫ്ലക്സിൻ്റെ വാല്യൂ കിട്ടി Q/ε0. കണ്ടോ, നമ്മൾ തുടങ്ങിയത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ മെയിൻ ഇക്വേഷനാണ് ഇ ഡോട്ട് ഡി എസ് എന്ന് തുടങ്ങി, നമ്മൾ തീർന്നത് phi is equal to Q/ε0 എന്ന ഇക്വേഷനിൽ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഗോസസ് തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി, നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ ഗോസസ് തിയറിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് പോവാം. ഗോസസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. So we are going to study the first application of Gauss's theorem. Electric field due to a spherical shell of charge or conducting sphere. So നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾ ഫിഗറിലോട്ട് നോക്കുക. സോ ഹിയർ ഐ എം കൺസിഡറിങ് എ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. കണ്ടോ, ഇതാണ് റേഡിയസ് ക്യാപിറ്റൽ ആർ ഉള്ള ഒരു സ്ഫിയർ. ഹിയർ ദ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. പഠിച്ചു നിങ്ങൾ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഫോമിലേക്ക്, ഓർമ്മയുണ്ടോ? എന്താ? സിഗ്മ ഈസ് ഈക്വൽ ടു അവിടുത്തെ ടോട്ടൽ ചാർജ് ക്യൂ ബൈ എന്താണ്? ഏരിയ അല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ലെങ്ത്. ഇവിടെ സർഫസ് ആണ്, അതുകൊണ്ട് ക്യൂ ബൈ ഏരിയയാണ് സിഗ്മ. അതവിടെ നിൽക്കട്ടെ. പിന്നെ വി ഹാവ് ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻറ്റ് ആർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ഷെൽ, സ്മോളർ ഫ്രം ദ സെൻറ്റർ. സെൻറ്ററിൽ നിന്നും സ്മോളർ ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? വി ഇമാജിൻ എ ഗോസിയൻ സ്ഫിയർ ഓഫ് റേഡിയസ് സ്മോളർ കോൺസെൻട്രിക് വിത്ത് ദ ഗിവൺ ഷെൽ ഓഫ് ചാർജ് ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് പി. നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നത് ഒരു സ്മോളർ റേഡിയസ് ഉള്ള ഒരു ഗോസിയൻ സ്ഫിയർ ഞാനിവിടെ കൺസിഡർ ചെയ്യണം. ഈ ചുവന്ന മഷി വെച്ച് വരച്ചിരിക്കുന്നതാണ് ഗോസിയൻ സ്ഫിയർ. ഈ ഗോസിയൻ സ്ഫിയർ ഇതിന് കോൺസെൻട്രിക് ആയിട്ട് ഇതുപോലെ തന്നെ പുറത്തോട്ട് വരയ്ക്കുക. എത്ര ഡിസ്റ്റൻസ് ആണ്? സ്മോളർ ഡിസ്റ്റൻസ്. അതിന് ഡിസ്റ്റൻസ് ഈ ക്യാപിറ്റൽ ആറിനേക്കാളും വലിയൊരു ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, പി എന്ന പോയിന്റിൽ കൂടിയാണ്, കണ്ടോ, ഇങ്ങനെ പി എന്ന പോയിന്റിൽ കൂടിയാണ് ചാർജ് പാസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി നിങ്ങൾക്ക്? അപ്പം ഞാൻ എടുക്കുന്ന ഷെൽ ഓഫ് ചാർജ്, എൻ്റെ ഷെൽ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, അവിടെ നിറയെ കണ്ടക്റ്റീവ് സ്ഫിയർ ആണ്, കണ്ടോ, നിറയെ ചാർജസ് ഇരിപ്പുണ്ട്. പിന്നെ അതിന് പുറത്തായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഗോസിയൻ സർഫസ് അല്ലെങ്കിൽ ഗോസിയൻ സ്ഫിയർ. ഞാൻ പറഞ്ഞു അക്കോർഡിംഗ് ടു ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഇവിടെ അകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സ്ഫിയർ ആയത് കാരണം പുറത്തും ഞാൻ എന്താണ്? സ്ഫിയറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് തെറ്റിപ്പോകരുത് നിങ്ങൾക്ക്. ഇത് സർക്കിൾ അല്ല, സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 കണ്ടീഷൻസ് ഞാനിവിടെ എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് എടുക്കുന്ന കണ്ടീഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ. ഈ ഷെല്ലിന് പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ. ഈ ഷെല്ലിന് പുറത്തുള്ള, കണ്ടോ, ഇതാണ് എൻ്റെ ഷെൽ എന്ന് പറയുന്നത്, ഷെൽ ഓഫ് ചാർജസ്. ഇതിന് പുറത്ത് ഡിസ്റ്റൻസ് ഈ വരച്ചിരിക്കുന്ന ഫിഗറിൻ്റെ കണ്ടീഷൻ തന്നെയാണ് ഔട്ട്സൈഡ് ഷെൽ. അതായത് സ്മോളർ ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോമുല എഴുതുകയാണ്. നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോമുല എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് നിങ്ങൾ പഠിച്ച ഫോമുല തന്നെയാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോമുല ഫൈ ഈസ് ഈക്വൽ ടു എന്താ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, അല്ലെങ്കിൽ എന്ത് പറയാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. അതല്ല ഇക്വേഷൻ. ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, ഷെൽ ഓഫ് ചാർജസ് പോസിറ്റീവ് ചാർജസ് ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിന്ന് പുറത്തേക്ക്, കണ്ടോ, ആ സ്ഫിയറിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അതേപോലെ സർഫസ് ഏരിയ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സർഫസ് ഏരിയ എങ്ങോട്ട് വരയ്ക്കുക? നമ്മൾ കണ്ടോ, ഇങ്ങനെയല്ല വരയ്ക്കുക, വരത്തോട്ടല്ല വരയ്ക്കേണ്ട. ആ സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ വരയ്ക്കേണ്ട രീതി. ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട്, മുകളിലോട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മുകളിലോട്ട്, അങ്ങനെ അങ്ങോട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്
ഇങ്ങോട്ടാണ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുന്നത്. സോ സർഫസ് ഏരിയ ഇങ്ങോട്ട് ഞാൻ വരച്ചു. ഇലക്ട്രിക് ഫീൽഡും കണ്ടോ, രണ്ടും പാരലല്ലേ, അതുകൊണ്ട് എന്ത് വിളിക്കാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0. കോസ് 0യുടെ വാല്യൂ എത്രയാണ്, 1 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ഈ ഞാൻ പുറത്തെടുത്തു, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് സർഫസ് ഏരിയ. എത്ര സർഫസ് ഏരിയ, ഏതിൻ്റെ സർഫസ് ഏരിയ, ഗോസിയൻ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ. എത്രയാണ് ഡി എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഡി എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 4π ചെറിയ ആർ സ്ക്വയർ. എന്താ ചെറിയ ആർ വന്നതെന്നറിയാമല്ലോ, നമ്മളെടുത്ത ഈ സ്ഫിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോസിയൻ സ്ഫിയറിൻ്റെ റേഡിയസ് 6 ആയത് കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫൈയുടെ വാല്യൂ എടുത്തൂടെ. സോ ഫൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ കിട്ടി നമുക്ക് ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണോ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു കാര്യം ഞാൻ സൈഡിൽ കൂടി പറയുകയാണ്. ഇവിടെ നിറയെ സർഫസ് ആണല്ലേ. ഈ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഫോർമുല നമ്മൾ പഠിച്ചു. എന്താ ഫോർമുല, സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ, കുറച്ച് മുമ്പ് പറഞ്ഞോളൂ ഞാൻ, ഏരിയ. സോ വാട്ട് ഈസ് ക്യൂ, ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ ആണല്ലോ. അതായത് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ എന്താ, 4π ചെറിയ ആർ സ്ക്വയർ ആണോ വലിയ ആർ സ്ക്വയർ ആണോ, എൻ്റെ ചാർജസ് ഇരിക്കുന്നത് കണ്ടോ, ഇവിടെയാണ് ചാർജസ് ഇരിക്കുന്നത്, അവിടുത്തെ റേഡിയസ് വലിയ ആറാണ്. അതുകൊണ്ട് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയയുടെ ഫോർമുല 4π വലിയ ആർ സ്ക്വയർ എന്ന് എഴുതണം. കിട്ടിയോ, എന്തിനാ എഴുതിയാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാരണം രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് അപ്ലൈ ഗോസസ് തിയറം. ഗോസസ് തിയറം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ, ഫൈ ഈസ് ഈക്വൽ ടു എത്രയാണ്, ക്യൂ ബൈ എപ്സിലോൺ 0 റൈറ്റ്. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ, വാട്ട് ഈസ് ക്യൂ, ഇവിടെ നോക്കി കിട്ടി എത്രയാണ്, സിഗ്മ ഇൻറ്റു 4π വലിയ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0, ഇക്വേഷൻ നമ്പർ 2. സോ ക്യാൻ വി കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, ഇ ഇൻറ്റു 4π സ്മോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 റൈറ്റ്. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, 4π ആൻഡ് 4π ക്യാൻസൽ, ഇനിയെല്ലാം ഉണ്ടോ, ഈ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാമോ, ഇല്ല, കാരണം ഈ ആർ ഡിസ്റ്റൻസ് ആണ്, ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഞാൻ എടുത്ത ഷെല്ലിൻ്റെ റേഡിയസ് ആണ്. സോ നമുക്ക് ഈ കിട്ടി, വാട്ട് ഈസ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇവിടെ ഉണ്ട് അല്ലേ, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഈ ആർ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ, ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. കണ്ടോ, ഇതാണ് എന്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. എന്ത് സ്ഫെറിക്കൽ ഷെല്ലാണ്, കണ്ടക്റ്റിംഗ് സ്ഫിയർ, കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല നമ്മൾ കിട്ടി, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ ആണ് അതിൻ്റെ കണ്ടീഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടാമതൊരു കണ്ടീഷൻ എടുക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് രണ്ടാമത്തെ എൻ്റെ കണ്ടീഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ഷെൽ. ആ ഷെല്ലിലാണെങ്കിൽ എന്തായിരിക്കും, ആ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓൺ ദ ഷെൽ കണ്ടോ, ഈ ഷെല്ലിലാണ് ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ചുവന്ന സ്ഫിയർ, അതായത് ഗോസിയൻ സ്ഫിയറിൻ്റെ ഈ പി എന്ന പോയിൻ്റ് എവിടെ കൺസിഡർ ചെയ്യണം, ഈ സ്ഫിയറിൽ കൺസിഡർ ചെയ്യണം. കണ്ടോ, പുറത്ത് വരച്ചിരിക്കുന്ന സ്ഫിയറിൽ എവിടെ കൺസിഡർ ചെയ്യണം, നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഷെൽ ഓഫ് ചാർജസ് ആകുന്ന സ്ഫിയറിലോട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്താൽ ഈ സ്മോൾ ആർ എന്ന് പറയുന്ന വാല്യൂ ക്യാപിറ്റൽ ആറിന് തുല്യമായിട്ട് വരും. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ കിട്ടി, എന്താ ഇക്വേഷൻ കിട്ടിയത്, ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ 0 സ്മോൾ ആർ സ്ക്വയർ അല്ലേ. ഇതിൽ ആർ ഈസ് ഈക്വൽ ആർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ അതും ക്യാൻസൽ ചെയ്തു പോകും. സോ വാല്യൂ ഓഫ് ഇ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ക്ലിയർ, എളുപ്പമല്ലേ. ഓക്കെ, ഇനി മൂന്നാമതൊരു കണ്ടീഷനോട് ഞാൻ പറയുകയാണ്, ഇൻസൈഡ് എത്ര ആയിരിക്കും, ഈ എവിടെയാണ്, ഇൻസൈഡ് ദ ഷെൽ. അകത്താണ് മീൻസ് എത്രയാണ്, സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, വേറൊന്നുമില്ല അവിടെ ആലോചിക്കാനായിട്ട്. ഇങ്ങനൊരു കണ്ടീഷൻ ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചാർജ് എൻക്ലോസ് ബൈ ദ ഗോസിയൻ സ്ഫിയർ എന്ന് പറയുന്നത്, അതിനകത്തുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് അറിയാമോ, ക്യൂയുടെ വാല്യൂ 0. അതെപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, ദ ചാർജ് എൻക്ലോസ് ബൈ ദ ഗോസിയൻ സ്ഫിയർ ഈസ് ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 0. എപ്പോഴാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ലാകുമ്പോഴുള്ള കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇ ഉണ്ടോ,
ഈയുടെ വാല്യൂ എത്രയായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു 0. എന്ത് മനസ്സിലായി? അകത്ത് ചാർജ് ഇല്ല. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ അവിടെ ഒരിക്കലും ചാർജ് എവിടെ ആയിരിക്കുന്നത്? അതിൻ്റെ സർഫസിൽ ഇരിക്കുന്നത്. അപ്പം അകത്ത് ചാർജ് ഇല്ല. അപ്പോൾ അത് കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ് ഈസ് 0. ഈ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ് ഈസ്, ഇവിടെ സ്ഫെറിക്കൽ എടുത്തു എന്നേ ഉള്ളൂ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ് ഈസ് 0. ഏതൊരു ഷേപ്പ് ആണെങ്കിലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. പിടി കിട്ടിയോ? ഏത് ഷേപ്പ് ആണെങ്കിലും അതിനകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് കാണത്തില്ല. അതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അത് നമ്മൾ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാരഡേസ് കേജ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഫാരഡേസ് കേജ് എന്താണ്? ഫാരഡേസ് കേജ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഫാരഡേസ് കേജ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജ്. എന്തിൻ്റെ? കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കണ്ടീഷനാണ്. ഇനി ഞാൻ അതിനകത്ത് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. 3 കണ്ടീഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ് നിങ്ങൾക്ക് സിലബസിലുള്ളത്. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ, ഇവിടെ നമ്മളെടുത്ത സ്ഫിയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ എടുക്കുന്ന കേസിൽ ഇവിടെ എടുക്കുന്ന ഷെൽ ഓഫ് ചാർജ് ഈസ് നോട്ട് കണ്ടക്റ്റിംഗ്. സോ അതാണ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് എടുക്കാം. ഫസ്റ്റ് എടുത്ത കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് എടുത്ത കണ്ടീഷൻ ഔട്ട് സൈഡ് അല്ലേ? ഔട്ട് സൈഡ് അല്ലെങ്കിൽ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. ആ കണ്ടീഷനാണെങ്കിൽ അവിടെ ഈയുടെ ഫോർമുല ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ സ്മോൾ ആർ സ്ക്വയർ ആണ് അവിടെ എടുക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നോ നീഡ് ടു സ്റ്റഡി ദ ഡെറിവേഷൻ. സോ നോൺ കണ്ടക്റ്റീവ് സ്ഫിയറിൽ ഔട്ട് സൈഡ് ആണെങ്കിൽ 1/4πε0 Q ബൈ ആർ. ഹിയർ ആർ ഈസ് ദ ഡിസ്റ്റൻസ്. നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ്, ആ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേഡിയസ് എന്നും പറയാം. ഓക്കെ, ഹിയർ ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എടുക്കുകയാണ്, ബീത്ത് കണ്ടീഷൻ. എന്താ ബീത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ സർഫസിൽ, അതായത് ആർ ഈസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല വേറൊന്നുമല്ല, സിംപ്ലി ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഈ ആർ ഇട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എടുക്കണം. ഓക്കെ, ഫോർമുല ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുകയാണ്. എവിടെ ആയിരിക്കും? ഇൻസൈഡ് അല്ലേ? ഇൻസൈഡ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് പറയണം. ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫോർമുലയ്ക്ക്. ഈസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്, ക്യാപിറ്റൽ ആർ ക്യൂബ്. ഇതാണ് അവിടുത്തെ ഫോർമുല. നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ സ്പെസിഫൈ ചെയ്യാത്തത്. ഇൻസൈഡ് ആണെങ്കിൽ ഫോർമുല ഇതാണ് 1/4πε0 Q ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. ലാസ്റ്റ് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. സെൻറ്ററിലാണെങ്കിൽ എക്സാക്ട്ലി സെൻറ്റർ, അതായത് ഈ സ്മോൾ ആറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ 0 ആയിരുന്നാൽ ഈൻ്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, വ്യത്യാസം പഠിച്ചു വയ്ക്കുക, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത്. ഏതൊക്കെ? കണ്ടക്റ്റിംഗ് സ്ഫിയറിൽ നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഔട്ട് സൈഡ് ദ ഷെല്ലിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു σ/ε0 ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. പക്ഷേ ഇവിടുത്തെ നോൺ കണ്ടക്റ്റീവ് സ്ഫിയർ ആണെങ്കിൽ 1/4πε0 Q ബൈ ആർ സ്ക്വയറേ ഉള്ളൂ. രണ്ട്, ഈ ഓൺ ദ ഷെല്ലാണെങ്കിൽ ഈസിൽ σ/ε0 എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നോൺ കണ്ടക്റ്റീവ് സ്ഫിയർ ആണെങ്കിൽ 1/4πε0 Q ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓർത്ത് വെച്ചിരിക്കുക, സ്മോൾ ആർ എന്ന് പറയുന്നത് ഗോസിയൻ സ്ഫിയറിൻ്റെ റേഡിയസ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഷെൽ ഓഫ് ചാർജിൻ്റെ റേഡിയസ്. മൂന്നാമത്തെ കണ്ടീഷൻ, ഇൻസൈഡ് എവിടെയാണെങ്കിൽ പോലും കണ്ടക്റ്റീവ് സ്ഫിയർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷേ നോൺ കണ്ടക്റ്റീവ് സ്ഫിയർ ആണെങ്കിൽ ഇൻസൈഡ് ആണെങ്കിൽ 1/4πε0 Q ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആറും, സെൻട്രലാണെങ്കിൽ മാത്രമാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത്. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. പിന്നെ പ്രധാനമായിട്ട് പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഫാരഡേസ് കേജ് മെയിൻ ആപ്ലിക്കേഷൻ പഠിച്ചു. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ലൈറ്റ്നിങ് ഒക്കെ വരികയാണ്, ഇടി വെട്ടുന്ന സമയത്ത് ലൈറ്റ്നിങ്.
സമയത്ത് എ പേഴ്സൺ ഇൻസൈഡ് എ കാർ ഈസ് സേഫർ ദാൻ ഔട്ട്സൈഡ്. പുറത്തേക്കുന്ന ആൾക്ക് അകത്തേക്കുന്ന ആൾക്ക് പുറത്തേക്കുന്നതിനേക്കാളും സേഫാണ് എവിടെ? ലൈറ്റ് വരുന്ന സമയത്ത് കാറിനകത്താണെങ്കിൽ. എന്തുകൊണ്ടാണ്? ദിസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. എന്തുകൊണ്ട് മാത്രമാണത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് കാരണം. അത് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കാർ ഈസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. വേറെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത്രയാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗ്രാഫിൽ നമുക്ക് വേണമെങ്കിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. മുകളിലോട്ട് y ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് പ്ലോട്ട് ചെയ്തു, x ആക്സിസിൽ ഡിസ്റ്റൻസ് ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് സെൻറ്ററിൽ R എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഷെല്ല്. ഓക്കെ, അതിന് പുറത്തോട്ട് നമുക്കറിയാം, കണ്ടോ എന്താ ഔട്ട്സൈഡ് ഷെൽ നമ്മൾ G സിഗ്മ ബൈ എപ്സിലോൺ 0 r² ബൈ സ്മോൾ r². എന്ത് മനസ്സിലായി? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². കണ്ടോ, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അത് ലെഫ്റ്റ് സൈഡിലാണെങ്കിലും അതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? ഓൺ ദ ഷെല്ലാണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 സർഫസിലാണെങ്കിൽ. അകത്താണെങ്കിൽ എത്രയായിരിക്കും? അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. അകത്ത് മീൻസ് സെൻറ്ററിലത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും സെൻറ്ററിലെ വാല്യൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രൈറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. ഓക്കെ, ചാർജ് ഡെൻസിറ്റി ലാംഡയുള്ള ഒരു സ്ട്രേറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് വയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് പ്രാക്ടിക്കലി ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഒന്നും മൂവ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. സോ ഇൻഫൈനൈറ്റ് നീളമുള്ള ഒരു സ്ട്രേറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് വയർ. ഹിയർ കൺസിഡർ ദിസ് വൺ, ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രേറ്റ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. നമ്മൾ പഠിച്ചു ലാംഡ എന്താണെന്ന്. എന്താ ലാംഡ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ Q ബൈ L. പഠിച്ച കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. സോ ഇവിടെ കണ്ടോ നിറയെ പോസിറ്റീവ് ചാർജ്. നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ വേറെ എന്തിരിക്കുകയാണ്? പോസിറ്റീവ് ചാർജസ് ഇരിക്കുകയാണ്. അതിലെന്താ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ഡിസ്റ്റൻറ്റ് R ഫ്രം ദ ലൈൻ ചാർജ്. P എന്ന പോയിന്റിൽ R ഡിസ്റ്റൻസ് ഇപ്പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ നിറയെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കണ്ടോ, ഇൻഫൈനൈറ്റ് ചെയ്യുന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈന്. ഈ ലൈനിൽ എന്തായിരിക്കുന്നത്? നിറയെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ പോകുന്ന ലൈനിൻ്റെ ഒരു P എന്ന പോയിന്റ് അപ്പുറത്ത് ഞാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പോയിന്റ് ചാർജ് ഇരിക്കുകയാണ്. അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രേറ്റ് ഇൻഫൈനൈറ്റ് ലോങ് ചാർജ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ. ഫിഗർ നിങ്ങൾ നോക്കിക്കൊള്ളേ. ഇതാണ് എൻ്റെ വയറല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇമാജിനറി സർഫസ് അപ്ലൈ ചെയ്യണം. ഈ ചുവന്ന വര കൊണ്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ഗോസിയൻ സ്ഫിയർ അല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഗോസിയൻ സിലിണ്ടറാണ്. കണ്ടോ, ഞാൻ സിലിണ്ടറൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. P എന്ന പോയിന്റിൽ R ഡിസ്റ്റൻസ് അപ്പുറത്താണ് അത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് P ഉണ്ട്. ഇനി അതിൻ്റെ ഹൈറ്റ് ഞാൻ L ആയിട്ട് എടുത്തിരിക്കുന്നത്, H ആയിട്ടല്ല, L ആയിട്ട്. H ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഈ സ്ഫിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ സിലിണ്ടർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് സർഫസ് ഉണ്ടല്ലേ. എന്തൊക്കെ സർഫസാണ്? ഇതാ ഇവിടെ ഒരു വളഞ്ഞ സർഫസ് സിലിണ്ടർ നിങ്ങൾക്കറിയാം അല്ലേ, വളഞ്ഞൊരു സർഫസ് കാണും. കണ്ടോ, ഇതാണ് വളഞ്ഞിങ്ങനെ പോവുകയാണ് പുറത്തോട്ട്. കണ്ടോ, ഈ സർഫസ് ആ വളഞ്ഞ സർഫസിലൊരു സർഫസ് ഏരിയ കൺസിഡർ ചെയ്യാം. പിന്നെ എവിടെ കൺസിഡർ ചെയ്യാം? കണ്ടോ, രണ്ട് എൻ ഫേസ് ഉണ്ട്. ഇവിടെ ഒരു എൻ ഫേസ് ഉണ്ട്, ഇവിടെ ഒരു എൻ ഫേസ് ഉണ്ട്. രണ്ട് എൻ ഫേസിലും അവിടുത്തെ സർഫസ് ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. സർഫസ് ഏരിയ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് അറിയാമല്ലോ. ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഫൈ ഈസ് ഈക്വൽ ടു എത്ര? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്താ ഫോർമുല? E.ds ആണല്ലോ. അതായത് അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds കോസ് തീറ്റ. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കിക്കോളൂ. ഫൈ ഈസ് ഈക്വൽ ടു
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ മീൻസ് ഇവിടുത്തെ മുഴുവൻ സർഫസും. ഏതൊക്കെ സർഫസ് ഉണ്ട്? കർവ്ഡ് സർഫസ് ഒരെണ്ണം ഉണ്ട്, 2 എൻഡ് ഫേസ് ഉണ്ട്. കർവ്ഡ് സർഫസ് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയാണെങ്കിലും കർവ്ഡ് സർഫസ് തന്നെയാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ, ഞാൻ ഇൻ്റഗ്രൽ താഴെ എഴുതിയാണ്, കർവ്ഡ് സർഫസ്, അതിൻ്റെ EDS cos തീറ്റ. ഓക്കെ, EDS cos തീറ്റ പ്ലസ് വീണ്ടും ഏതിൻ്റെ എൻഡ് ഫേസ് ഉണ്ടല്ലോ. എത്ര എൻഡ് ഫേസ് ഉണ്ട്? 2 എൻഡ് ഫേസ്. അത് എഴുതി, 2 എൻഡ് ഫേസിൻ്റെ EDS cos തീറ്റ. ക്ലിയർ ആയി ഇത്രയും കാര്യങ്ങൾ? നിങ്ങൾ നോക്കിയേ, ഇതല്ല കർവ്ഡ് സർഫസ്. ഇവിടെ DS ഇങ്ങോട്ട്, ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? സ്ട്രെയിറ്റ് ലൈൻ പോവുകയാണ്, അതിന് ചുറ്റും ചാർജ് ഉണ്ട്, അവിടെ നിന്ന് പുറത്തോട്ട്. കണ്ട, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇങ്ങോട്ടാണ്. റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ വലത്തോട്ടും, ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലെ ഫിഗറാണ് കൺസിഡർ ചെയ്യുന്നത്, സോ വലത്തോട്ട്. ഇവിടെ നോക്കിയേ, ഈ കാണുന്ന കർവ്ഡ് സർഫസിലെ DSും ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ എങ്ങോട്ടാണ്? രണ്ടും ഒരേ ഡയറക്ഷനല്ലേ. സോ തീറ്റ വിൽ ബി എത്രയാണ്? പാരലൽ. ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെ എഴുതാം, കർവ്ഡ് സർഫസ്. ഞാൻ എളുപ്പത്തിന് കർവ്ഡ് സർഫസിന് CS എന്ന് കൊടുക്കുകയാണ്. EDS cos 0 പ്ലസ് 2 ഇൻറ്റു എൻഡ് ഫേസ് ഞാൻ EF എന്ന് കൊടുക്കുകയാണ്. EDS അവിടെ എത്രയാണ് കോസ്? ഓക്കെ, 2 എൻഡ് ഫേസ് ഉണ്ട്. ഇവിടെ DS മുകളിലോട്ട്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും, വലത്തോട്ടല്ലേ. കണ്ടോ? അപ്പോൾ അതിനിടയിൽ ആംഗിൾ എത്ര? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. എത്രയാണ് അതിനുള്ള ആംഗിൾ? 90 ഡിഗ്രി. ഇവിടെ ആണെങ്കിൽ എത്ര തന്നെയാണ്? DS ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് വലത്തോട്ട്, മീൻസ് അതിനുള്ള ആംഗിൾ 90 ഡിഗ്രി. കോസ് 90. നിങ്ങൾക്കറിയാം കോസ് 90യുടെ വാല്യൂ എത്രയാണ്? കോസ് 90യുടെ വാല്യൂ 0. സോ ഇത് ക്യാൻസൽ ചെയ്തുകൂടെ? നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള ടൈം അല്ലേ. 5 ഈ പുറത്തെടുക്കുകയാണ്, E ഇൻറ്റു കോസ് 0യുടെ വാല്യൂ 1 ആണല്ലോ. സോ ബാക്കി എത്രയുണ്ട്? കർവ്ഡ് സർഫസിൻ്റെ ഏരിയ വേണം, DS. കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എത്രയാണ്? ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH. ഇവിടെ റേഡിയസ് R ആണ്, പക്ഷേ ഹൈറ്റ് H അല്ല, പിന്നെ എത്രയാണ്? L ആണ്. അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് 5 E ഇൻറ്റു എത്രയാ? 2πRL. ഇക്വേഷൻ നമ്പർ ഞാൻ 1 എന്ന് കൊടുത്തു. ഇത്രയും ക്ലിയർ ആയോ? രണ്ടാമത് ഞാൻ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും നിങ്ങൾക്കറിയാം? അപ്ലൈ, യെസ്, ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഫോർമുല അറിയണം. എന്താണ്? 5 Q/ε0. Q എന്താണ്? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തന്നു Q. എന്താ Q എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചു ലാംഡ = സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ല, ഇവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലേ. Q/L ആണ്. സോ വാട്ട് ഈസ് Q? Q = L ലാംഡ. ഈ ഇക്വേഷൻ കൊടുക്കാമോ? അപ്പോൾ എന്ത് കിട്ടും? 5 Qന് പകരം ഈ ഇക്വേഷൻ L ലാംഡ /ε0. ഇക്വേഷൻ നമ്പർ 2. സോ ക്യാൻ വി കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്? ഏതൊക്കെ ഇക്വേഷൻസാ? ഇക്വേഷൻ 1 എത്ര? E ഇൻറ്റു 2πRL അല്ലേ, ഈസ് ഈക്വൽ ടു ഇതെത്രയാ? L ലാംഡ /ε0. ഓക്കെ, എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? L ക്യാൻസൽ ചെയ്യാം, പോരെ. സോ ടിയിലെ ഈസ് ഈക്വൽ ടു ലാംഡ അവിടെയാണ്, 2π താഴെ കൊണ്ടുവരിക. ലാംഡ /2πε0. സയൻസ് ഡിറൈവ്ഡ് ഉണ്ടോ? ഡിറൈവ് ചെയ്തു. എളുപ്പമല്ലേ? അപ്പം എന്താ ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റി ലോങ് വയറിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൺസിഡർ ചെയ്തത്? ഈ ചുവന്ന മഷി കൊണ്ട് വരച്ചിരിക്കുന്ന ഗോസിയൻ സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് 2 കാര്യങ്ങളെടുത്ത്, ഒന്ന് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു കർവ്ഡ് സർഫസും എൻഡ് ഫേസും, 2 ഗോസിയൻ തിയറം അപ്ലൈ ചെയ്തു, 2 കമ്പയർ ചെയ്തു. അതിനിടയിലൊരു സ്റ്റെപ്പുണ്ട്, എന്താ? ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ കോൺസെപ്റ്റ് നമ്മളവിടെ പ്രയോഗിച്ചു. ക്ലിയർ? ഇവിടെ ഒരു കാര്യം ഓർക്കുക, here from this equation, this electric field is independent of the size of the Gaussian surface constructed. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഗോസിയൻ സർഫസിൻ്റെ എന്താ ഷേപ്പ്, അതുമായിട്ട് യാതൊരു ബന്ധമില്ല, അല്ലെ സൈസുമായിട്ട് ബന്ധമില്ല. ഏത് സൈസിലാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത്, ഇതിനേക്കാളും ചെറിയ ഗോസിയൻ സിലിണ്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്താൽ പോലും സെയിം ഫോർമുല ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് റിലേറ്റ് ചെയ്ത് ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാം. ഡിസ്റ്റൻസ് അലോങ് എക്സ് ആക്സിസ് നേരത്തെ വരച്ചതുപോലെ ഇലക്ട്രിക് ഫീൽഡ് അലോങ് വൈ ആക്സിസ് വരച്ചാൽ മുകളിലോട്ട് ഈയുടെ വാല്യൂ കൂടി വരികയാണ്. ഡിസ്റ്റൻസ് കൂടുന്തോറും കണ്ടോ, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r. ഈ കൂടുന്തോറും R എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരുന്ന ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. സെയിം ഗ്രാഫ് തന്നെ, സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്, ഒരു ഫൈനൽ ആപ്ലിക്കേഷനാണ്. ഈ പാഠത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഗോസസ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ആയിരുന്നു രണ്ടാമത് പഠിച്ചത്. ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? ഗോസിയൻ സ്ഫിയർ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫൈനൈറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. നോക്കണേ, കണ്ടോ? ഇതാണ്, ഇത്രയും നിങ്ങൾക്ക് കാണാവൂ. ഇൻഫിനിറ്റി എന്ന് വരും കേട്ടോ. ഇൻഫിനിറ്റി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാർജ് പ്ലെയിൻ ഷീറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയുള്ള ഒരു പ്ലെയിൻ ഷീറ്റാണിത്. So we have to find the electric field at a point, let it be P, at a distance r from the plane sheet of charge. ആ ഡിസ്റ്റൻസ് അപ്പുറത്തോട്ട് ഞാൻ P എന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കണം? വി നീഡ് ടു ഡ്രോ എ ഗോസിയൻ സിലിണ്ടർ, റൈറ്റ്? സോ ഗോസിയൻ സർഫസ് വരയ്ക്കണം. എളുപ്പം ഞാൻ പറഞ്ഞു ഗോസിയൻ സിലിണ്ടറാണ് ഫോമിൽ അപ്ലൈ എളുപ്പം, അല്ലെങ്കിൽ ഗോസിയൻ സ്ഫിയർ ആയാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഗോസിയൻ സിലിണ്ടർ എടുക്കുകയാണ്. സോ ഇമാജിൻ എ ഗോസിയൻ സിലിണ്ടർ, ഹിയർ ഈസ് ദ ഗോസിയൻ സിലിണ്ടർ. ഞാൻ റെഡ് ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ്. ഓഫ് സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിത്ത് ഓൺ ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് P. കണ്ടവരെൻ്റെ P എന്ന പോയിന്റ് കൂടി പാസ് ചെയ്ത് പോവുകയാണ്. പെനട്രേറ്റിംഗ് ദ ഷീറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ടു ബോത്ത് സൈഡ്സ് ഈക്വലി. രണ്ട് സൈഡ് കൂടി ഒരുപോലെയാണ് പെനട്രേറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പുറത്തുകൂടി ആണെങ്കിലും ശരി, ഇപ്പുറത്തുകൂടി ആണെങ്കിലും ശരി, ഒരുപോലെയാണ് അത് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട്. കണ്ടോ, ഇൻഫൈനറ്റ്ലി ലോങ് ഉള്ള പ്ലെയിൻ ഷീറ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇതാണ് പ്ലെയിൻ ഷീറ്റ് എങ്കിൽ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് ഇവിടെ നിന്നാണെങ്കിൽ പ്ലെയിൻ ഷീറ്റ് പുറത്തോട്ട്, അപ്പുറത്തെ സൈഡാണെങ്കിൽ അവിടെ നിന്ന് പുറത്തോട്ട്, അല്ലേ? പിന്നെ അകത്താണ് ഞാൻ ഗോസിയൻ സ്ഫിയർ കാണിച്ചിരിക്കുന്നത്. കേട്ടോ, സോറി, ഗോസിയൻ സ്ഫിയർ അല്ല, ഗോസിയൻ സിലിണ്ടർ. എത്രയാണ് സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ്? 6 ഡിസ്റ്റൻസ്. അപ്പുറത്തോട്ടാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് തന്നെയാണ്. കണ്ടോ, ഇവിടെ രണ്ട് എൻ ഫേസ് ഇല്ലേ? കണ്ടോ, ഇവിടെ ഒരു എൻ ഫേസ് ഉണ്ട്, ഇവിടെ ഒരു എൻ ഫേസ് ഉണ്ട്. നേരത്തെ പോലെ തന്നെയാണ്. അവിടെ സർഫസ് ഏരിയ DS. എങ്ങോട്ടാണ് ഇരിക്കുന്നത്? സർഫസിൽ നിന്ന് എങ്ങോട്ടാണ് ഇരിക്കുന്നത്? അങ്ങോട്ട് തന്നെ വരയ്ക്കുക DS. ഇവിടെ സർഫസ് ഇങ്ങനെ ഇരിപ്പുണ്ട്, ആ സർഫസിൻ്റെ മുകളിലോട്ട് വരയ്ക്കും, അല്ലേ? ഇവിടെയാണ് സർഫസ് കൺസിഡർ സർഫസിൻ്റെ മുകളിലോട്ട് DS. അപ്പം രണ്ട് എൻ ഫേസും ഉണ്ട്. പിന്നെ എത്ര കർവ്ഡ് സർഫസ് ഉണ്ട്? ഒരു കർവ്ഡ് സർഫസും ഇവിടെ നമ്മൾ അപ്ലൈ ആണ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. പറഞ്ഞുതരാമോ നിങ്ങൾക്ക്? ഫസ്റ്റ് എന്താ എഴുതുക? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർമുല φ = ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് DS, അല്ലേ? അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ EdS cos തീറ്റ. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് φ = നോക്കിക്കോളേ, ഇൻ്റഗ്രൽ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എല്ലാ സർഫസും വരും. ഇവിടെ എന്തൊക്കെയുണ്ട്? കർവ്ഡ് സർഫസ്. കണ്ടോ, ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഇല്ലേ? ഞാനതുകൊണ്ട് കർവ്ഡ് സർഫസ് എഴുതുകയാണ്. കർവ്ഡ് സർഫസിൻ്റെ EdS cos തീറ്റ പ്ലസ് ഇനി എന്തുണ്ട്? രണ്ട് എൻ ഫേസ്, അല്ലേ? സോ 2 എൻ ഫേസിൻ്റെ EdS cos തീറ്റ. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പം ഇതല്ലേടോ കർവ്ഡ് സർഫസ്. കണ്ടോ, DS അങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, പെർപെൻഡിക്കുലർ അല്ലേ? അപ്പം ഞാൻ ക്ലോസ് ഇൻ്റഗ്രൽ കർവ്ഡ് സർഫസ് CS എടുക്കുകയാണ്. EdS cos 90 പ്ലസ് 2 ഇൻറ്റു എൻ ഫേസിന് ഞാൻ EF എന്ന് എഴുതുകയാണ്. EdS cos എത്രയാണ്? ഓക്കെ, ഇതാണ് എന്താ എൻ ഫേസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ എൻ ഫേസിൽ DS അങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, രണ്ടും പാരലൽ അല്ലേ? അതേപോലെ ഇവിടെ ആണെങ്കിലോ DS ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇങ്ങോട്ട്, ഇല്ല? കണ്ടോ, ഈ പോസിറ്റീവ് ചേർന്ന് പുറത്തോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ രണ്ടും പാരലാണ്. സോ കോസ് എത്ര വരും? 0. cos 90 0 അല്ലേ? ഈ ക്യാൻസൽ ചെയ്യുക. സോ വാട്ട് ഈസ് φ? സോ φ = നോക്കിയേ, ഈ ഇക്വേഷനിൽ 2 ഞാൻ അതുപോലെ എഴുതി. cos 0യുടെ വാല്യൂ 1 ആണല്ലേ? സോ 2 ഉണ്ട്. ഈ ഞാൻ പുറത്തെടുത്ത് ഈ ഇക്വേഷനിൽ ഈ എഴുതി. ഇൻ്റഗ്രൽ DS എൻ ഫേസിൻ്റെ സർഫസ് ഏരിയ, ഇതാണ് എൻ ഫേസ്. സർക്കിളൊക്കെയാണ്. ഞാൻ സർക്കിളിൻ്റെ ഫോമിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അവിടുത്തെ ഏരിയയെ ഞാൻ A എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അത് നമുക്ക് അവസാനം മനസ്സിലാകും. നമ്മൾ ആ രണ്ട് ഇക്വേഷൻസ് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയ πr² എന്ന് ഇവിടെ അപ്ലൈ ചെയ്യാത്തത്. സോ സിമ്പിളായിട്ട് എന്ത് എഴുതി? ഈ 2 ഇവിടെയുണ്ട്, ഈ പുറത്തെടുത്തു. ഇൻ്റഗ്രൽ DS ആണ്. എൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കിളാണ്. തൽക്കാലം ഞാനതിൻ്റെ ഏരിയയെ ഞാൻ A എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത് എന്ത് ചെയ്യും നമ്മൾ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രിക് ഫ്ലക്സ് എഴുതി. രണ്ടാം സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ ഗോസസ് തിയറം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഗോസസ് തിയറം? φ = Q/ε0. ഓക്കെ, വാട്ട് ഈസ് Q? നമ്മൾ പഠിച്ചിട്ടുണ്ട്.
സർഫസ് ആണല്ലേ, ഇത് വലിയൊരു സർഫസ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുകൊണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഏരിയ. നേരത്തെ പഠിച്ചു, ചാർജ് ബൈ ഏരിയ. സോ വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ. കണ്ടോ, ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്താലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ സ്ഥാനത്ത് സിഗ്മ എ ബൈ എപ്സിലോൺ 0. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. സോ ക്യാൻ വി കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്? ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ത് കിട്ടും കമ്പയർ ചെയ്യുമ്പോൾ? 2EA ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ 0. എന്ത് ക്യാൻസൽ ചെയ്യാം? കണ്ടോ, എ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഏരിയയുടെ ഫോമിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത്. സോ വാട്ട് ഈസ് ഇ ഈസ് ഈക്വൽ ടു എത്രയാ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ആപ്ലിക്കേഷൻസ് പഠിച്ചിരിക്കുകയാണ്. ഗോസസ് തിയറത്തിൻ്റെ 3 ആപ്ലിക്കേഷൻസ്. മൂന്നാമത് നമ്മൾ പഠിച്ച ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫൈനൈറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആൻഡ് സിഗ്മ ആണെങ്കിൽ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, ഗോസസ് തിയറം അപ്ലൈ ചെയ്തു, ഒടുവിൽ നമ്മൾ ഈയുടെ ഫോർമുല കിട്ടി, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് കിട്ടി. രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് വയർ ഓഫ് ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്തു, ഗോസസ് തിയറം അപ്ലൈ ചെയ്തു, അവസാനം നമുക്ക് ഇക്വേഷൻ കിട്ടി, E ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πr എപ്സിലോൺ 0. ആദ്യത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷെൽ ഓഫ് ചാർജസ്. 2 പഠിച്ചു, കണ്ടക്റ്റിംഗ് ഷെൽ സ്ഫിയറിൻ്റെ ഡെറിവേഷൻ ഉൾപ്പെടെ പഠിച്ചു, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ കണ്ടീഷനും പഠിച്ചു. അവിടെ പുറത്തത്ര സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു r² ഓൺ ദ ഷെല്ലാണെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0, ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ 0. ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഫാരഡേസ് കേജും കാറിനകത്ത് ലൈറ്റിനിങ് വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചു. ഗോസസ് തിയറത്തിൻ്റെ ഡെറിവേഷൻ പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഈ വർഷത്തെ നിങ്ങളുടെ ഫസ്റ്റ് പാഠം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഫിസിക്സിലെ തുടക്കം ഞാൻ നേരുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ പാഠങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു ബെൽ ഐക്കൺ ഉണ്ട്, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ്സൊക്കെ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ കാണുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ നമ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾ വിളിക്കുക. ഇതിൻ്റെ നോട്ട്സ് പ്രിൻറ്റഡ് കോപ്പി അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രിൻറ്റഡ് കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.